Here I am going to discuss about the topic anticoagulants. ആൻറ്റികോയാഗുലൻസ് എന്താണെന്നും അതിൽ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൻറ്റികോയാഗുലൻസിനെയും കുറിച്ചാണ് ഞാനിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റികോയാഗുലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ these are the agents used to prevent the blood clotting or coagulation after collecting the blood from the donor, and thus a material provide enough nutrients to maintain RBC functionality and practicability during transportation and storage. നമുക്ക് എല്ലാവർക്കും അറിയാം ആൻറ്റികോയാഗുലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡിൻ്റെ കൊയാഗുലേഷൻ അല്ലെങ്കിൽ ക്ലോട്ടിങ് പ്രിവെൻറ്റ് ചെയ്യുന്ന ഏജൻസ് ആണ്. അതായത് നമ്മളിപ്പോൾ ഡോണറിന് ബ്ലഡ് കളക്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ ബ്ലഡിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ സ്റ്റോറേജ് ഇൻവിട്രോ ആയിട്ടുള്ള സ്റ്റോറേജ് ട്രാൻസ്പോർട്ടേഷൻ്റെ ഒക്കെ സമയത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ പാടില്ല. ക്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആൻറ്റികോയാഗുലൻസ് യൂസ് ചെയ്യുന്നത്. അത് പ്രിവെൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ബ്ലഡിൻ്റെ നോർമൽ RBC ഫങ്ഷനാലിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും പിന്നെ കൂടാണ്ട് അതിന് RBCൻ്റെ വേണ്ടിയിട്ടുള്ള എല്ലാവിധ ന്യൂട്രിയൻസും ഈ ആൻറ്റികോയാഗുലൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ബ്ലഡിൻ്റെ പ്രോപ്പർട്ടി അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ ആൻറ്റികോയാഗുലൻസ് എന്ന് പറയുമ്പോൾ. അതിൽ മെയിനായിട്ട് വരുന്നതാണ് എന്തൊക്കെ സിട്രേറ്റും ഹെപ്പാരിനും ഡൈസോഡിയം എഡൻഡേറ്റും. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സിട്രേറ്റ്സിനെ കുറിച്ച് പറയാം. സിട്രേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് കൂടുതലായിട്ട് യൂസ് ചെയ്യപ്പെടുന്ന ആൻറ്റികോയാഗുലൻസ് ആണ്. അതായത് solution most often used as a blood anticoagulant is known as acid citrate dextrose. അതായത് ബ്ലഡ് ആൻറ്റികോയാഗുലൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സിട്രേറ്റുകളുടെ സൊല്യൂഷനാണ് നമ്മൾ എന്ത് പറയുന്നത് ആസിഡ് സിട്രേറ്റ് ഡെക്സ്ട്രോസ് എന്ന് പറയുന്നത്. അതിൻ്റെ കമ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് 3 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? സോഡിയം ആസിഡ് സിട്രേറ്റുകൾ അതായത് 2 to 2.5 gram, ഡെക്സ്ട്രോസ് 3 gram, വാട്ടർ ഫോർ ഇഞ്ചെക്ഷൻ 120 ml ആണ് ഇതിൻ്റെ മെയിൻ കമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ മെയിൻ ആയിട്ടുള്ള മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സിട്രേറ്റ് പ്രിവെൻറ്റ് ദ ക്ലോട്ടിങ് ബൈ ബൈൻഡിങ് ദ കാൽസ്യം അയോൺസ് ആസ് അയോണൈസ്ഡ് കാൽസ്യം സിട്രേറ്റ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ക്ലോട്ടിങ് പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്. ഒരുപാട് ക്ലോട്ടിങ് ഫാക്ടേഴ്സിൻ്റെ ഒക്കെ ഹെൽപ്പോടെയാണ് ബ്ലഡിൻ്റെ ക്ലോട്ടിങ് നടക്കുന്നത്. അതായത് നമ്മൾ ബ്ലഡിലുള്ള ഫൈബ്രിനോജൻ ത്രോംബിൻ്റെ ഹെൽപ്പോടെയാണ് ഫൈബ്രിനായിട്ട് മാറുന്നത്. ഈ ഫൈബ്രിനാണ് നമ്മൾ ബ്ലഡിൽ അതായത് ഫൈബ്രിൻ ഫിലമെൻറ്റ്സ് ഫോം ചെയ്തിട്ട് ക്ലോട്ടിങ് നടത്തുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് പ്രിവെൻറ്റ് ചെയ്താലാണ് ആൻറ്റികോയാഗുലൻ്റ് പ്രോപ്പർട്ടി കാണിക്കുക. അതായത് കൊയാഗുലേഷൻ നടക്കരുത്. അതുകൊണ്ട് തന്നെ ഈ ത്രോംബിൻ ഉണ്ടാവണമെങ്കിൽ അയോണൈസ്ഡ് കാൽസ്യവും ത്രോംബോപ്ലാസ്റ്റിനും വേണം. അതായത് പ്രോത്രോംബിൻ അയോണൈസ്ഡ് കാൽസ്യവും ത്രോംബോപ്ലാസ്റ്റിൻ്റെ പ്രസൻസിലാണ് ത്രോംബിനായിട്ട് മാറുന്നത്. ഈ ത്രോംബിനാണ് പിന്നെ ഫൈബ്രിനായിട്ട് മാറ്റുന്നത്. അപ്പോൾ അവിടെ അയോണൈസ്ഡ് കാൽസ്യം ഉണ്ടെങ്കിലാണ് ഈ പ്രോസസ്സ് നടക്കുക. അപ്പം ഇവിടെ ഈ സിട്രേറ്റിന് കാൽസ്യമായിട്ട് അഫിനിറ്റി വളരെ അധികമാണ്. അപ്പം ഈ കാൽസ്യവും സിട്രേറ്റും ബൈൻഡ് ചെയ്താൽ അൺഅയണൈസ്ഡ് ഫോമിൽ കാൽസ്യം ഉണ്ടാവുള്ളൂ. അതായത് അൺഅയണൈസ്ഡ് കാൽസ്യം സിട്രേറ്റ് ഫോമിലാണ് അത് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ അയോണൈസ്ഡ് കാൽസ്യത്തിൻ്റെ അവൈലബിലിറ്റി അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ആ കൊയാഗുലേറ്റിംഗ് പ്രോസസ്സ് അവിടെ നടക്കില്ല. അങ്ങനെയാണ് ആൻറ്റികോയാഗുലൻ്റ് ആയിട്ട് ഇവർ പ്രവർത്തിക്കുന്നത്. അതായത് ക്ലോട്ടിങ് പ്രോസസ്സ് പ്രിവെൻറ്റ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ മെയിൻ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിട്രേറ്റുകളുടെ. അതേപോലെ തന്നെ അതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് വൺ ടൈം the normal trisodium was used, but it has a very alkaline pH in the solution which causes caramelization, അതായത് darkening of dextrose during sterilization, and the two solution have to be autoclaved separately. സാധാരണ നോർമൽ സിട്രേറ്റ് സൊല്യൂഷനുകളാണ് യൂസ് ചെയ്യുന്നത്, അതായത് ട്രൈസോഡിയം സിട്രേറ്റ് സൊല്യൂഷൻസ്. പക്ഷേ അതിന് വളരെ
ആൽക്കലൈൻ പി എച്ച് ആയതുകൊണ്ട്, അതായത് ആൽക്കലൈൻ പി എച്ച് കൂടുതലായതുകൊണ്ട് തന്നെ, അതായത് അത് സ്റ്റെറിലൈസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഓട്ടോക്ലേവ് ചെയ്യുന്ന സമയത്ത് ഈ ഡെക്സ്ട്രോസ് സൊല്യൂഷനും സിട്രേറ്റും ആയിട്ട് കാരമലൈസേഷൻ പ്രോസസ്സ് നടക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ആ സൊല്യൂഷൻ ഡാർക്കൺ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് സെപ്പറേറ്റ്ലി ആണ് ഓട്ടോക്ലേവ് ചെയ്യുക. അതാണ് ആ പോയിന്റ് പറഞ്ഞത്. പിന്നെ ദ ആസിഡ് പ്രൊഡ്യൂസസ് പി എച്ച് ഓഫ് അബൌട്ട് 5 ആൻഡ് കോസസ് ലിറ്റിൽ ഓർ നോ കാരമലൈസേഷൻ. അതായത് ഇവിടെ നോർമൽ സിട്രേറ്റ് സൊല്യൂഷനുകൾ യൂസ് ചെയ്യുമ്പോഴാണ് കാരമലൈസേഷൻ പ്രോസസ്സ് അങ്ങനെ ഒരു ഡിമെറിറ്റ് ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ ആസിഡ് സിട്രേറ്റ്, അതായത് പി എച്ച് 5 ആയിട്ടുള്ള ആസിഡ് സിട്രേറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോസസ്സിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, കാരമലൈസേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇറ്റ് ഈസ് ലെസ് ലൈക്ലി ടു ഇൻഡ്യൂസ് ഫ്ലേക്കിംഗ് ഓഫ് ദ ഗ്ലാസ് ഓഫ് ദ കണ്ടെയ്നർ. അതായത് ഇപ്പോൾ ഗ്ലാസ് കണ്ടെയ്നറിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ എന്താണ് ഇവിടെ ഫ്ലേക്കിംഗ് ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അതായത് ഫ്ലേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് സർഫസ് സെപ്പറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫ്ലേക്ക് ഓഫ് ചെയ്യുക, ഇങ്ങനെ പറഞ്ഞു പോരുക. അങ്ങനത്തെ റിയാക്ഷൻ ഒന്നും ഈ സിട്രേറ്റ് സൊല്യൂഷനിൽ നടക്കില്ല. അതുകൊണ്ട് അത് ഗ്ലാസ് കണ്ടെയ്നറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കൂടാണ്ട് ഇത് ഹയർ കോൺസെൻട്രേഷനിലാണെങ്കിൽ വളരെ ചെറിയ ക്ലോട്ടുകളെ വരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഹയർ കോൺസെൻട്രേഷനിലാണ് അത് കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത്. അതാണ് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത്. ദ ഹയർ കോൺസെൻട്രേഷൻ, അതായത് 2.5 gram per 120 ml is preferred because it more effectively reduces the formation of small clouds. അതായത് ചെറിയ ക്ലൗട്ടുകളെ വരെ അത് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അത്രയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഡെക്സ്ട്രോസ്. ഈ ഡെക്സ്ട്രോസ് എന്താണ് നമ്മളെ RBCൻ്റെ ഡിസ്ട്രക്ഷനൊക്കെ ഡിലേ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ കളക്ഷൻ അല്ലെങ്കിൽ ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യുന്നതോ ഹാൻഡ്ലിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ RBCനെ ഡിസ്ട്രക്ഷൻ സംഭവിക്കാണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ ഡെക്സ്ട്രോ സൊല്യൂഷനുകളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്റ്റോറേജ് ലൈഫ് കൂടും. അതായത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ സമയത്ത് അതിൻ്റെ ലൈഫ് കൂട്ടും. എങ്ങനെ? ഈ ഡെക്സ്ട്രോസ്, ഇതിലുള്ള ഡെക്സ്ട്രോക്സുകൾ. പിന്നെ അതിൻ്റെ മെയിനായിട്ടുള്ള വേറൊരു ഫങ്ഷനാണ് നമ്മൾ ലിവിങ് സെൽസിന് ആവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ATP, അതായത് അഡെനോസിൻ ട്രൈഫോസ്ഫേറ്റ് പോലുള്ള എനർജി മോളിക്യൂൾസിൻ്റെ സിന്തസിസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാണ്ട് വേണ്ട എല്ലാവിധ ന്യൂട്രിയൻസും ഈ ആൻറ്റികോയാഗുലൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് സിട്രേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അടുത്തതാണ് ഹെപ്പാരിൻ. ഹെപ്പാരിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ this is naturally occurring anticoagulant made by mast cell of the connective tissue surrounding the blood vessels. നമ്മളെ ബോഡിയിലുള്ള ബ്ലഡ് വെസൽസിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കണക്റ്റിംഗ് ടിഷ്യൂസ് ഉണ്ട്. ആ കണക്റ്റിംഗ് ടിഷ്യൂസിലുള്ള മാസ്റ്റ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റികോയാഗുലൻ്റ് ആണ് ഹെപ്പാരിൻ. അതുകൊണ്ട് തന്നെ അത് നാച്ചുറലി ഒക്കറിങ് ആൻറ്റികോയാഗുലൻ്റ് ആണ്. അത് നമ്മളെ അതായത് സർക്കുലേറ്ററി സിസ്റ്റത്തിലുള്ള ക്ലോട്ടിങ്ങിനൊക്കെ ഇൻഹിബിറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട്. അതായത് നമ്മൾ ഹാർട്ട് സംബന്ധമായിട്ടുള്ള എല്ലാവിധ ഡിസീസസൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഹാർട്ട് അറ്റാക്ക്, ആൻജൈന പെക്ടോറിസ് അതുപോലുള്ള ഹാർട്ട് ഡിസീസൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഹെപ്പാരിൻ യൂസ് ചെയ്യാറുണ്ട്. അതിലുള്ളൊക്കെ ക്ലോട്ടിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഈ ഹെപ്പാരിൻ യൂസ് ചെയ്യുന്നുണ്ട്. It is used in the blood for transfusion when large volume must be given to one patient and the corresponding amount of citrate would be harmful. Example in cardiac surgery. അതായത് ഇപ്പോൾ കാർഡിയാക് സർജറി പോലുള്ള അതുപോലെയുള്ള സർജറിയിൽ ഒരുപാട് ലാർജ് വോളിയം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടി വരും. അപ്പം ഒരുപാട് ആൻറ്റികോയാഗുലൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഒരു പേഷ്യൻറ്റിന് തന്നെ ഒരുപാട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സംഭവിക്കുന്ന സമയത്ത് ഹെപ്പാരിനുകളാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ആസിഡ് സിട്രേറ്റിന് പകരം ഈ ഹെപ്പാരിനാണ് യൂസ് ചെയ്യുന്നത്. അത് ലാർജ് വോളിയത്തിൽ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സിട്രേറ്റുകളെ
കമ്പയർ ചെയ്യുന്ന സമയത്ത്. പിന്നെ അതാണ് ആ പോയിന്റ് പറഞ്ഞത്. ഇറ്റ് ക്വിക്ക്ലി ലോസസ് ദ ആക്ടിവിറ്റി ഇൻ ബ്ലഡ് ഇൻ വിട്രോ ആൻഡ് നോർമൽ ക്വാണ്ടിറ്റീസ് ആർ എഫക്റ്റീവ് ഫോർ എബൌട്ട് എ. അതായത് ഇൻവിട്രോ ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ സമയത്തൊക്കെ അതിൻ്റെ ആക്ടിവിറ്റി വളരെ പെട്ടെന്ന് ലൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നോർമൽ ക്വാണ്ടിറ്റീസിലാണ് അതൊരു ഡേ വരെ എഫക്റ്റീവ് ആയിട്ടുള്ളൂ. പക്ഷേ സിട്രേറ്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് വേണമെങ്കിൽ ഒരു 3 വീക്സ് വരെ അതിൻ്റെ സ്റ്റോറേജ് ലൈഫ് പ്രൊലോങ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആസിഡ് സിട്രേറ്റ് ഡെക്സ്ട്രോസ് സൊല്യൂഷനുകളാണ് ആൻറ്റികോയാഗുലൻസിൻ്റെ സ്റ്റോറേജ് ലൈഫ് കൂട്ടുന്നത്. അതായത് ഹെപ്പാരിനെക്കാട്ടും കൂടുതൽ സ്റ്റോറേജ് ലൈഫ് ഉള്ളത് ആസിഡ് സിട്രേറ്റ് സൊല്യൂഷനുകൾക്കാണ്. പിന്നെ ഹെപ്പാരിൻ്റെ വേറൊരു പ്രത്യേകതയാണ് എക്സ്പെൻസീവാണ്. കൂടാണ്ട് അത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് ശേഷവും അതിൻ്റെ ആക്ഷൻ തുടർന്നുകൊണ്ടിരിക്കും. ആൻറ്റികോയാഗുലൻ്റ് ആക്ഷൻ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പം അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ന്യൂട്രലൈസിങ് സബ്സ്റ്റൻസ് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടി വരും. അതായത് പ്രോട്ടമീൻ സൾഫേറ്റ് അതുപോലുള്ള ന്യൂട്രലൈസിങ് സബ്സ്റ്റൻസ് അതിൻ്റെ ആക്ടിവിറ്റി ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടി വരും. അതാണ് അതിൻ്റെ വേറൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഹെപ്പാരിൻ ഈസ് inexpensive and may continue its action after transfusion, necessitating the administration of neutralizing substances such as protamine sulfate. അതുകൊണ്ട് പ്രോട്ടമീൻ സൾഫേറ്റ് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടി വരും. ഇത്രയാണ് അപ്പോൾ നമ്മൾ മൂന്നാമതായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ആൻറ്റികോയാഗുലൻ്റാണ് ഡൈസോഡിയം എഡൻറ്റേറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു ചീലേറ്റിംഗ് ഏജൻ്റാണ്. അത് ഡൈവലൻ്റ് ആയിട്ടുള്ള മെറ്റൽസ് ആയിട്ട് ബൈൻഡ് ചെയ്ത് കോംപ്ലക്സ് ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ ഉള്ള മെറ്റൽ എന്ന് പറയുന്നത് കാൽസ്യം അയോണാണ്. അതായത് അയണൈസ്ഡ് കാൽസ്യമാണ് കോയാഗുലേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഈ കാൽസ്യം അയോൺസ് ചിലേറ്റിംഗ് ഏജൻ്റ് ആയിട്ട് ബൈൻഡ് ചെയ്ത് കോംപ്ലക്സ് ഫോം ചെയ്താൽ അയണൈസ്ഡ് കാൽസ്യത്തിൻ്റെ അവൈലബിലിറ്റി അവിടെ കുറയും. അങ്ങനെ കോയാഗുലേഷൻ പ്രോസസ്സ് പ്രിവെൻറ്റ് ചെയ്യും. അതാണ് ഫസ്റ്റ് പോയിന്റ്. ദിസ് ഈസ് എ ചിലേറ്റിംഗ് ഏജൻറ്റ് ബിക്കോസ് ഇറ്റ് ഹാസ് എ സ്ട്രോങ് അഫിനിറ്റി ഫോർ ഡൈവലൻ്റ് മെറ്റൽ വിൽ ബൈൻഡ് കാൽസ്യം ഫംലി. പിന്നെ അടുത്തൊരു പോയിൻ്റാണ് ഇറ്റ് ഈസ് സംടൈം പ്രിഫേർഡ് വെൻ പ്രിസർവേഷൻ ഓഫ് ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ് ഈസ് എസെൻഷ്യൽ although the stability of the same to depend much more on preventing contact with the glass surfaces. അതായത് ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ പ്രിസർവേഷനെ പ്രിഫർ ചെയ്യുന്ന സമയത്താണ് ഇതുപോലുള്ള ആൻറ്റികോയാഗുലൻസ് യൂസ് ചെയ്യുന്നത്. കൂടാണ്ട് അത് ഗ്ലാസ് കണ്ടെയ്നറിൽ അതിന് സ്റ്റെബിലിറ്റി കൂടുതലാണ്. അതായത് ഗ്ലാസ് സർഫസ് ആയിട്ടുള്ള കോണ്ടാക്റ്റ് അത് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഫ്ലേക്കിംഗ് പോലെയുള്ള ഫിനോമിനൻ ഒന്നും അത് നടത്തില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്റ്റേബിളാണ് ഡൈസോഡിയം എഡൻറ്റേറ്റ് ഗ്ലാസ് കണ്ടെയ്നറിൽ. പക്ഷേ പ്ലാസ്റ്റിക് ബാഗ് അല്ലെങ്കിൽ സിലിക്കൺ ട്രീറ്റഡ് ബോട്ടിൽസ് പോലുള്ള കണ്ടെയ്നറിൽ അത് അൺസ്റ്റേബിളാണ്. അതുകൊണ്ട് തന്നെ ആസിഡ് സിട്രേറ്റ് സൊല്യൂഷനാണ് കൂടുതലായിട്ട് ഈ കേസിൽ എഫക്റ്റീവ് ആയിട്ടുള്ളത്. അതാണ് അടുത്ത പോയിന്റ്. ഇഫ് പ്ലാസ്റ്റിക് ബാഗ്സ് ഓർ സിലിക്കൺ ട്രീറ്റഡ് ബോട്ടിൽസ് ആർ യൂസ്ഡ്, ആസിഡ് സിട്രേറ്റ് ഡെക്സ്ട്രോസ് ഈസ് ഓൾമോസ്റ്റ് ആസ് എഫക്റ്റീവ് ഫോർ ദിസ് പർപ്പസ്. ഇനി ഒരു ലാസ്റ്റ് പോയിൻ്റാണ് ദ സർവൈവൽ ഓഫ് റെഡ് സെൽസ് ഇൻ ഡെക്സ്ട്രോസ് എഡൻറ്റേറ്റ് സൊല്യൂഷൻ ഈസ് ആസ് ഗുഡ് ആസ് ഇൻ ആസിഡ് സിട്രേറ്റ് സൊല്യൂഷൻ. അതായത് RBC സെൽസിൻ്റെ സർവൈവൽ ആസിഡ് സിട്രേറ്റ് ഡെക്സ്ട്രോസ് പോലെ തന്നെ ഡെക്സ്ട്രോസ് എഡൻറ്റേറ്റ് സൊല്യൂഷനിലും ഒരുപാട് എഫക്റ്റീവാണ്. അതായത് നല്ല രീതിയിൽ തന്നെയാണ് റെഡ് സെൽസ് സർവൈവ് ചെയ്യുന്നത്. ഏത് ആസിഡ് സിട്രേറ്റ് ഡെക്സ്ട്രോസ് സൊല്യൂഷൻ പോലെ തന്നെ ഡെക്സ്ട്രോസ് എഡൻറ്റേറ്റ് സൊല്യൂഷനിലും. ഇപ്പോൾ ഇത്രയാണ് ഡൈസോഡിയം എഡൻറ്റേറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇതാണ് 3 മെയിൻ ആൻറ്റികോയാഗുലൻസ്, അതായത് സിട്രേറ്റ്, ഹെപ്പാരിൻ ആൻഡ് ഡൈസോഡിയം എഡൻറ്റേറ്റ്. അപ്പം ഇത്രയാണ് എൻ്റെ ടോപ്പിക്ക്. ഇതോടെ ഞാൻ എൻ്റെ ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.